ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെ കുറിച്ചിട്ടുള്ളൊരു ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാ ആൾക്കാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അതീവ വോളറ്റിലായിട്ടാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു റീബൗണ്ട് നിഫ്റ്റി നടത്തി. വ്യാഴാഴ്ച ദിവസവും ഭേദപ്പെട്ട പ്രകടനം നടത്തി. ഈ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ക്രിസ്മസ് അവധി ദിവസങ്ങളാണ്. ഇന്ത്യൻ മാർക്കറ്റ് വ്യാഴാഴ്ച അവധിയാണ്, US മാർക്കറ്റ് 2 ദിവസമൊക്കെ അവധിയാണ്. അപ്പോൾ അത് അല്ലാതെയും മാറ്റി നിർത്തിയാൽ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ ഉണ്ട്. അത് നമുക്കെല്ലാം തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിഫ്റ്റിയുടെ കാര്യം നമ്മളിനിപ്പോൾ മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യത്തിൽ ഈ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിന് സഹായകമാവുകയുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈവൻ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ 30,000 കോടി രൂപ പ്രതിമാസം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവാണ്. എങ്കിൽ കൂടിയും FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ബൈയിങ് പ്രഷർ വേണം. ഇത് നമുക്കറിയാം. ആ ഒരു ബൈയിങ് പ്രഷർ കഴിഞ്ഞ 3 ദിവസമായിട്ട് FISൻ്റെ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഉള്ള ഒരു പോസിറ്റീവായുള്ള ഘടകം. FISൻ്റെ ആക്ടിവിറ്റീസ് കാണാം. FISൻ്റെ ആക്ടിവിറ്റീസിൽ ഈ 19 ഡിസംബർ, 18 ഡിസംബർ, 17 ഡിസംബർ 3 കൺസിക്യൂട്ടീവ് ഡേയ്സിൽ അവർ ബയേഴ്സ് ആയിരുന്നു. ഈവൻ ദോ അവർ 19,000 കോടി രൂപയുടെ സെല്ലിങ് നടത്തിയെങ്കിൽ കൂടിയും കഴിഞ്ഞ 3 ദിവസം അവർ ബൈയിങ്ങിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. DASൻ്റെ കണക്കുകൾ അപ്പുറം കാണാം. 52,000 കോടി രൂപ ഈ ഒരു മാസം അവർ ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം. കൂടാതെ തന്നെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുണ്ടെന്നുള്ളതും നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട്. ഫ്രൈഡേ 3:30 ക്ലോസിങ്ങിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 26,350ൻ്റെ അടുത്ത് പോയി. പിന്നീട് ഫോളായി. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് 26,172. അതായത് നമ്മളുടെ നിഫ്റ്റിയുടെ ക്ലോസിങ്ങിൽ നിന്ന് 150 പോയിൻ്റ് ഹയറിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. അവരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 6%, വിപ്രോ 7%ൻ്റെ അതിശക്തമായിട്ടുള്ളൊരു റാലിയാണ് കണ്ടത്. അതുമാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ ജർമ്മൻ മാർക്കറ്റ് 88 പോയിൻറ്റ്, ഫ്രാൻസ് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. FTSE UK മാർക്കറ്റ് 59 പോയിൻറ്റ്, ഡോ കാണാം 183 പോയിൻറ്റ് അഥവാ 0.38%, നാസ്ഡാക്ക് കാണാം 300 പോയിൻറ്റ് അഥവാ 1.31%. US വോളറ്റിലിറ്റി ഇൻഡെക്സ് കൂൾ ഡൗൺ ആയത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 21% കൂൾ ഡൗൺ ആയി ഇടിഞ്ഞു രേഖപ്പെടുത്തി 13 നമ്മളുടെയും വിക്സും 10 താഴെയാണ്. USൻ്റെ വിക്സും ഏകദേശം 15 താഴെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഗ്ലോബലി നോക്കുമ്പോഴും നമുക്ക് വളരെയധികം സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്ത് എല്ലാം ശാന്തമായ രീതിയിൽ അല്ല കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടിയും ഇന്ത്യയിലെയും USലെയും വിക്സുകൾ വളരെയധികം കൂൾ ഡൗൺ ആയ രീതിയിലാണ് നിലകൊള്ളുന്നത്. ഇതാണ് അടുത്ത ആഴ്ചയുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്. മൺഡേ ഇന്ത്യയിൽ നിന്ന് ഈവൻ്റ് ഇല്ല. USൽ നിന്ന് PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. ട്യൂസ്ഡേ ഇന്ത്യയിൽ നിന്ന് ഈവൻ്റ് ഇല്ല. USൽ നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യൻ സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ് വരുന്നത്? 8:30. വെനസ്ഡേ ഇന്ത്യയിൽ നിന്ന് മേജർ ഈവൻ്റ് ഇല്ല. USൽ നിന്ന് ഹോം സെയിൽ ഡേറ്റ, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് എല്ലാം വരുന്നുണ്ട്. തേഴ്സ്ഡേ ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ, US മാർക്കറ്റ് ഹോളിഡേ. ഫ്രൈഡേ ആണ് ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും ഫോറിൻ റിസർവ് ഡേറ്റ വരുന്നത് 5 PM. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെയും USൻ്റെയും ഈവൻറ്റുകളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ ഈവൻറ്റുകൾ റെലവൻ്റ് ആണെങ്കിൽ കൂടിയും അങ്ങനെ നമ്മളിപ്പോൾ എടുക്കാറില്ല. കാരണം അതെല്ലാം തന്നെ റിഫ്ലക്റ്റ് ആവും. ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഡേറ്റാസ് നോക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത നമ്മളുടെ സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചി ഓഫീസിൽ ഇരുന്ന് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ക്ലാസ് ഉണ്ട്. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ബുക്ക് ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടിറ്റാഗ്രാഹ് റെയിൽ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഡ്രൈവർലെസ് മെട്രോ ട്രാൻസിറ്റ് അഹമ്മദാബാദിൽ അവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ ലോഞ്ച് ചെയ്തു. ഡ്രൈവർ ഇല്ലാത്ത മെട്രോ കണക്റ്റ്. അൾട്രാടെക് സിമെൻറ്റിന് 287 കോടി രൂപയുടെ ടാക്സ് നോട്ടീസ് ലഭിച്ചു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനിയിൽ ബാംഗ്ലൂരിലുള്ള TMI ഹെൽത്ത് കെയറിനെ പൂർണ്ണമായിട്ടും അവർ അക്യൂർ ചെയ്തു. എയറോഫ്ലിക്സ് ഇൻഡസ്ട്രീസ് കമ്പനി
അടുത്ത 3 വർഷത്തിനുള്ളിൽ അവർ ഇവരുടെ വികസനം പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. 250 കോടി രൂപ കമ്പനി അതിനുവേണ്ടി മുടക്കുന്നു. GE വെർണോവ കമ്പനി ഏകദേശം 2500 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ തെർമൽ പ്ലാന്റിൻ്റെ ഓർഡർ ലഭിച്ചു. PVR ഇനോക്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് മൾട്ടിപ്ലക്സ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. ലഡാക്കിലാണ് ഓപ്പൺ ചെയ്തത്. MV ഫോട്ടോഫിക്സ് പവർ കമ്പനി 2.5 ജിഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചു. NLC ഇന്ത്യ കമ്പനി അവർ പഞ്ച്വാലയിൽ അവരുടെ പുതിയ കാസ്റ്റിംഗ് പ്രൊജക്റ്റ്, മൈനിങ് കാസ്റ്റിംഗ് പ്രൊജക്റ്റ് അവർ കൊമേഴ്ഷ്യൽ ആയിട്ട് ആരംഭിച്ചു. റൈറ്റ്സ് കമ്പനി ബോട്സ്വാനിയയിൽ ആയിട്ട് അവർ റെയിൽവേ ട്രാൻസ്പോർട്ട് സിസ്റ്റം ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. യൂണിവാസ്തു ഇന്ത്യ കമ്പനി അവർ അർബൻ സിസ്റ്റമായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സ്വീഡനിലുള്ളൊരു കമ്പനിയാണ്. വാരീസ് എനർജി കമ്പനി അവരുടെ പുതിയ ഹൈഡ്രോ ബ്ലൂം എനർജി സബ്സിഡിയറി കമ്പനി അവർ ആരംഭിച്ചു. സോമ ടെക്സ്റ്റൈൽ കമ്പനിക്ക് 2.81 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡർ ലഭിച്ചു. ടാറ്റ കെമിക്കൽ കമ്പനി നവാബെ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് അവർ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. $25 മില്യൺ. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഉത്തർപ്രദേശിൽ അവർ 1600 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. ടാറ്റ പവർ കമ്പനി ഇവർ IGC ഫോക്കസിങ് കൺസ്യൂമർ ഇന്നോവേഷൻസ് ബിസിനസ്സൊക്കെ അവർ എൻഹാൻസ് ചെയ്യാനായിട്ട് ക്ലീൻ എനർജി ബിസിനസ് വിപുലപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസുകൾ. നമുക്ക് രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. താങ്ക് യു ആൾ.